ആർക്കെങ്കിലും അറിയാമോ ഈ ഒരപ്പം എന്താന്ന്? ഇതിന് ഞങ്ങളുടെ നാട്ടിലെ കൂട്ടുപോളാന്നാണ് പറയുന്നത്. ഓടാട്ടോ ഇത്, ചട്ടിയുടെ ഓട. ഇത് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇത് വെന്ത് മറ്റേ വശ എണ്ണയൊന്നും വേണ്ട. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി പച്ചരി നന്നായിട്ട് കുതിർത്തിട്ട് അത് കുറച്ചൊന്ന് അരഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് തേങ്ങ ചിരകി ഇടണം. എന്നിട്ട് കുറച്ച് കട്ടിയിൽ, അധികം വെള്ളമല്ലാത്ത രീതിയിൽ അരച്ച് വയ്ക്കണം. പുളിപ്പിച്ചിട്ടല്ല ഇതുണ്ടാക്കുന്നത്. സാധാരണ അരി അരച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ കുറച്ചൊന്ന് നെരിയുന്ന സമയത്ത് തേങ്ങയും കൂടി ഇട്ട് അരച്ച് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അപ്പം തന്നെ അരച്ചിട്ട് ഒഴിക്കുക. ഇങ്ങനെ ഈ ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിക്കും. ചട്ടി നന്നായിട്ട് ചൂടാവണം. ഈ ചട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു അപ്പം നല്ലൊരു അപ്പാട്ടോ. ഇതിന് കടലക്കറി, മീൻകറി, ചിക്കൻ കറി ഒക്കെ കൂട്ടി കഴിക്കാം. ഞങ്ങളുടെ കാസർഗോഡുകാരുടെ അപ്പാണിത്. നല്ല നല്ല ടേസ്റ്റുള്ളൊരു അപ്പാണ്. പിന്നെ എണ്ണയില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമാണ് ഈ അപ്പം. മക്കൾക്ക് വേണ്ട കേട്ടോ. മക്കൾക്ക് ഉഴുന്നിൻ്റെ ദോശ, ഇഡലി ഇതൊക്കെ മതി, സാമ്പാർ. പക്ഷെ ഇവർക്ക് വേണ്ടി ഞാനിത് ഉണ്ടാക്കും. എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ചുട്ടെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈ ചട്ടിക്കകത്ത് പെട്ടെന്ന് വരും അത്. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. നല്ലൊരപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പച്ചരി കുതിർത്ത് നന്നായിട്ട് അരഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നരയ്ക്കുക. എന്നുവെച്ചാൽ തേങ്ങ അധികം അരിയാൻ പാടില്ല. അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് തേങ്ങ പെട്ടെന്ന് കരിയും അതിനകത്ത് ഇരുന്നിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച അപ്പം. ഇത് ഒരു 1.5 മുറി കഴിച്ചാൽ മതി. വയറ് നന്നായിട്ട് നിറയും. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.